പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ള ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ആദ്യത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ്. അടുത്ത റോ എപ്പിസോഡിലേക്ക് വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന ടീമിലെ ആൽബ ഫയർ, ഐല ഡോൺ തുടങ്ങിയവർ ഡാമേജ് കൺട്രോളിലെ കൈറി സെയിൻ, ഇയോ സ്കൈ തുടങ്ങിയവരെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ റിംഗ് സൈഡിൽ നിലവിലെ ചാമ്പ്യന്മാരായ ജേഡ് കാർഗിലും ബിയാങ്ക ബെലേറും മത്സരം വീക്ഷിക്കാൻ വേണ്ടി എതിരാളികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ തുടങ്ങിയവരുടെ ദേഹത്തേക്ക് ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് കൈറി സെയിൻ ഒരു എൽബോ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് കൃത്യമായി ലാൻഡ് ചെയ്യിക്കാൻ കൈറി സെയിന് സാധിച്ചില്ല. എന്നാൽ കൈറി സെയിനെ പിടിക്കാനും ബിയാങ്ക ബെലേറിന് സാധിച്ചില്ല. കൈറി സെയിൻ്റെ കണ്ണ് പോയി ആ കമൻറ്റേഴ്സ് ടേബിളിൻ്റെ എഡ്ജിൽ തട്ടുന്നതും തുടർന്ന് ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ മുതലെടുത്തുകൊണ്ടാണ് അൺഹോളി യൂണിയൻ ആ ടാഗ് ടീം ടൈറ്റിലിൻ്റെ നമ്പർ 1 കണ്ടൻഡർ മത്സരം വിജയിക്കുന്നത്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിലേക്ക് ബിയാങ്ക ബെലേറും ജേഡ് കാർഗിലും അൺഹോളി യൂണിയനെതിരെ ഒരിക്കൽ കൂടി ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് ഒരു 6 പേഴ്സൺ മത്സരമായിരുന്നു. ആ 6 പേഴ്സൺ മത്സരം അമേരിക്കൻ മെയ്ഡ് എന്ന് പറയുന്ന ഫാക്ഷനിലെ ഐവി നൈലും ക്രീഡ് ബ്രദേഴ്സും ടീം ആയിക്കൊണ്ട് ആൽഫ അക്കാദമിയിലെ ഓട്ടിസ്, അക്കീറ ടൊസോവ, മെക്സിനി ഡുപ്രി തുടങ്ങിയവർക്കെതിരെ കളിച്ച മത്സരമായിരുന്നു. ജെഡ് ഗേബിളിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് ഈ അമേരിക്കൻ മെയ്ഡ് എന്ന് പറയുന്ന ഫാക്ഷൻ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെക്സിനി ഡുപ്രിയെ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐവി നൈൽ ഈ ടീമിന് വിജയം നേടിക്കൊടുക്കുന്നത്. മത്സരശേഷം ജെഡ് ഗേബിൾ മൈക്ക് എടുത്തുകൊണ്ട് അങ്കിൾ ഹൗഡിക്കെതിരെ കളിച്ച സിംഗിൾസ് മത്സരത്തിനെയും സംബന്ധിച്ച് പറയുന്നുണ്ട്. അങ്കിൾ ഹൗഡിയുടെ ഒപ്പമുള്ള ആ പ്രാതന്മാർ വന്നതുകൊണ്ട് തന്നെ ആ ഒരു നോർമൽ 1-on-1 മത്സരം കൃത്യമായി തനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു 8 പേഴ്സൺ സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിന് താൻ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്കിൾ ഹൗഡിയുടെ ഒരു മ്യൂസിക് പ്ലേ ആകുകയും അങ്കിൾ ഹൗഡി എൻട്രൻസ് റാമ്പിൽ വന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്കിൾ ഹൗഡി പിന്നീട് അവിടെ ഇൻഡയറക്റ്റായി കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. 375 ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ സഹോദരൻ മരണപ്പെട്ടതിനെ സംബന്ധിച്ചും അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ചും അദ്ദേഹം മെസ്സേജുകൾ ഞങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ അങ്കിൾ ഹൗഡി പറയുന്നുണ്ട്. അപ്പോൾ ജെഡ് ഗേബിൾ, നീ ഇതാണോ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിൻ്റെ ആ ഒരു വിധി നിന്നെ തടുക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ട് അങ്കിൾ ഹൗഡിയും ആ വൈറ്റ് 6ലെ മറ്റ് മെമ്പേഴ്സും എൻട്രൻസ് റാമ്പിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു 8 പേഴ്സൺ ടാഗ് ടീം ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മത്സരമായി കൺഫേം ചെയ്തിരിക്കുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കറിനെതിരെയുള്ള ആ നമ്പർ 1 കണ്ടൻഡർ മത്സരമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൂർണമെൻറ്റിൽ ക്വാളിഫയിങ് മത്സരത്തിൽ വിജയിച്ചു വന്ന 4 റെസ്ലേഴ്സ് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫേറ്റൽ 4-വേ മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മിക്കവാറും ഈ മത്സരമായിരിക്കും മെയിൻ ഇവൻറ്റിൽ അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് നടന്ന റോ എപ്പിസോഡിലെ ആദ്യ ക്വാളിഫയിങ് മത്സരത്തിൽ ഇല്യ ഡ്രാഗൻ ലീ, ഡൊമിനിക് മെയ്സ്റ്റീരിയോ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മത്സരത്തിൽ വിജയിക്കുന്നത്. ഡൊമിനിക് മെയ്സ്റ്റീരിയോ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളപ്പോൾ പേടിച്ച് ആ ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ അവസരത്തിലാണ് ഡ്രാഗൻ ലീയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇല്യ ഡ്രാഗനോവ് വിജയിക്കുന്നത്. പിന്നീട് നടന്ന ആ മത്സരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രോൺസൺ റീഡ് പങ്കെടുക്കേണ്ട മത്സരമായിരുന്നു. ബ്രോൺസൺ റീഡിന് വരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബ്രോൺ സ്ട്രോമൻ ആയിരുന്നു അതിൽ പങ്കെടുത്തത്. ബ്രോൺ സ്ട്രോമൻ ആ മത്സരത്തിൽ വിജയിക്കുന്നത് ഷെയ്മസ്, ലുഡ്വിഗ് കൈസർ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. ഷെയ്മസിനെ ആക്രമിക്കാൻ വേണ്ടി പീറ്റ് ഡണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അതുമൂലം ഷെയ്മസിനെ ആ ഒരു മത്സരത്തിൽ പിന്നീട് ഇടപെടാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് ബ്രോൺ സ്ട്രോമൻ കൈസറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാളിഫൈ നേടുന്നത്. അപ്പോൾ അടുത്ത റോ എപ്പിസോഡിലേക്ക് ജെ ഊസോ വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ഇല്യ ഡ്രാഗനോവ് വേഴ്സസ് പീറ്റ് ഡൺ തുടങ്ങിയവർ തമ്മിലുള്ള ഒരു ഫേറ്റൽ 4-വേ മത്സരമാണ് ബ്രോൺ ബ്രേക്കറിൻ്റെ എതിരാളിയെ കണ്ടുപിടിക്കുന്ന നമ്പർ 1 കണ്ടൻഡർ മത്സരമായിട്ട് നടക്കാൻ പോകുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ബ്രോൺസൺ റീഡിനെ സംബന്ധിച്ചാണ്. ബ്രോൺസൺ റീഡിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളത്. റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് റോയുടെ ജനറൽ മാനേജറായ ഏദം പിയേഴ്സിൻ്റെ ഒരു വീഡിയോ WWE പുറത്തേക്ക് വിടുകയുണ്ടായി. ബ്രോൺസൺ റീഡിന് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ റോയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു അനൗൺസ്മെൻ്റ് ആണ് പുറത്തേക്ക് വിട്ടത്. പകരക്കാരനെ അപ്പോൾ അവർ അനൗൺസ് ചെയ്ത
ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റോ എപ്പിസോഡിന് ഇടയിലൂടെയാണ് ബ്രോൺ സ്ട്രോമനാണ് ബ്രോൺസൺ റീഡിൻ്റെ പകരക്കാരൻ എന്നുള്ളത് ആദം പിയേഴ്സ് കൺഫേം ചെയ്യുന്നത്. പിന്നീട് നടന്ന ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ബ്രോൺ സ്ട്രോമൻ വിജയിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. ബ്രോൺസൺ റീഡ് തന്നെ തനിക്ക് കോവിഡ് പോസിറ്റീവായി താൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. തന്നെ ആർക്കും തടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അസുഖങ്ങളാണ് തന്നെ തടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടിട്ടുള്ള ബ്രോൺസൺ റീഡിൻ്റെ മറ്റ് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് റോയിലേക്ക് വന്ന ഒഡീസി ജോൺസ് എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഒഡീസി ജോൺസിനെ WWE റോസ്റ്റർ പേജിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ WWE റെസ്ലേഴ്സ് അവർക്ക് പോലും എന്താണ് കാരണം എന്നുള്ളത് അറിയാൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഒഡീസി ജോൺസ് കഴിഞ്ഞ റോയിൽ വരെ റോ എപ്പിസോഡിൽ ആക്റ്റീവ് ആയിരുന്നു. പെട്ടെന്ന് ഈ റോയിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോസ്റ്റർ പേജിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ താരത്തെ റിലീസ് ചെയ്തോ എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. റോ എപ്പിസോഡ് നടന്നതിൻ്റെ ബാക്ക് സ്റ്റേജിലും ഒഡീസി ജോൺസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് ഗുന്തറിൻ്റെ പുതിയ എതിരാളിയെ സംബന്ധിച്ചാണ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറിൻ്റെ നെക്സ്റ്റ് ഒപ്പോണൻറ്റ് സാമി സെയിൻ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. മത്സരം എന്ന് നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സൂചന ലഭിച്ചിട്ടില്ല. റോ എപ്പിസോഡിൽ വന്ന് റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് സാമി അങ്ങോട്ടേക്ക് കയറി വരുന്നതും മത്സരത്തിനുള്ള ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നതും. മത്സരം കൊടുക്കില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഗുന്തർ റിങ് വിടുന്നു. അപ്പോൾ തന്നെ പേടിച്ചുകൊണ്ടാണ് ഗുന്തർ പോകുന്നത് എന്നുള്ളത് സാമി ചോദിക്കുന്നു. നീ എല്ലാവരെയും പരാജയപ്പെടുത്തിയപ്പോൾ റസൽമേനിയയിൽ നിന്നെ പരാജയപ്പെടുത്താൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വലിയൊരു പോയിന്റും സാമി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഗുന്തറിൻ്റെ ഒരു ഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുന്തർ വേഴ്സസ് സാമി തമ്മിലുള്ള ആ ഒരു മത്സരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗുന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. റോ എപ്പിസോഡിൽ എടുത്തു പറയേണ്ട സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് റിയ റിപ്ലി, ഡെമിൻ പ്രീസ്റ്റ്, ജെ ഊസോ തുടങ്ങിയവരുടെ ആ ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് റിയ റിപ്ലി വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനെ ചലഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ടാണ്. അങ്ങോട്ടേക്ക് കയറി വന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോ ലിവ് മോർഗനെ റിയയെ ആക്രമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് കാല് ആ റോപ്പിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്നതും പിന്നീട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലിവ് ആക്രമണം നടത്തുന്നതും ഡെമിൻ പ്രീസ്റ്റ് സേവ് ചെയ്യുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ക്രച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന റിയ റിപ്ലി ഡെമിൻ പ്രീസ്റ്റിന് ഒരു ടാഗ് ടീം പാർട്ണറെ കണ്ടുപിടിച്ച് കൊടുക്കുകയും ഫിൻ ബാലർ, ജെഡി മെക്ഡോണ തുടങ്ങിയവർക്കെതിരെ മെയിൻ ഇവൻറ്റിൽ ഒരു നോൺ ടൈറ്റിൽ ടാഗ് ടീം മത്സരം സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ടാഗ് ടീം പാർട്ണറായിട്ട് വന്നത് ജെ ഊസോയാണ്. മത്സരത്തിൽ ഡെമിൻ പ്രീസ്റ്റിൻ്റെയും ജെ ഊസോയുടെയും ടീം വിജയിക്കുന്നുണ്ട്. മത്സരത്തിന് ഇടയിൽ ലിവ് മോർഗൻ, റിയ റിപ്ലി തുടങ്ങിയവരുടെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ കുറച്ച് സ്റ്റോറി ലൈനാണ് ഇത് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്നാമത്തേത് റിയ, ജെ ഊസോ തുടങ്ങിയവരുടെ ഇത്തരത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊരു റൊമാൻറ്റിക് ലെവലിൽ WWE ഒരിക്കലും കൊണ്ടുപോകില്ല. പക്ഷേ ആരാധകർക്ക് ഇവരുടെ ഈ സെഗ്മെൻറ്റുകൾ കാണാൻ വലിയ താല്പര്യമുണ്ട്. നല്ലൊരു വ്യൂവർഷിപ്പ്, നല്ല രീതിയിലുള്ള ആ ഒരു അറ്റൻഷൻ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ സെഗ്മെൻറ്റുകൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി ലൈൻ പാറ്റേൺ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും ഡൊമിനിക്, റിയ തുടങ്ങിയവരെ പോലെ ഒരു റൊമാൻറ്റിക് ആംഗിൾ ഈ ഒരു സ്റ്റോറി ലൈനിൽ ജെ റിയയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മറ്റൊരു അപ്ഡേറ്റ് ഡെമിൻ പ്രീസ്റ്റും ജെ ഊസോയും ടാഗ് ടീം ആയിക്കൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നോൺ ടൈറ്റിൽ മത്സരത്തിൽ ഇന്ന് ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചത് ഇവരാണ്. അപ്പോൾ ആ ഒരു കാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവർക്ക് ടാഗ് ടീം ടൈറ്റിലിന് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു പോയിന്റ്, ജെ ഊസോയ്ക്ക് അടുത്ത റോ എപ്പിസോഡിൽ കൃത്യമായിട്ടുള്ള ഒരു മത്സരം ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ 1 കണ്ടർ മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു ശത്രുവായിട്ട് കാണുന്നത് ജെ ഊസോയാണ്. കഴിഞ്ഞ റോ എപ്പിസോഡുകളുടെ മെയിൻ ഇവൻറ്റിലും ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലും ജെ ഊസോയ്ക്കെതിരെ ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കർ വലിയ വെല്ലുവിളികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ജെ ഊസോ, റിയ റിപ്ലി, ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരുടെ കൂടെ മാത്രം നിൽക്കാതെ ബ്രോൺ ബ്രേക്കറിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെ ഊസോ പൂർണ്ണമായി ജഡ്ജ്മെൻറ്റ് ഡേക്കെതിരെയുള്ള സ്റ്റോറി ലൈനിലേക്ക് വരുന്നു എന്നുള്ള ഒരു അർത്ഥമില്ല. നമ്പർ 1 കണ്ടർ മത്സരത്തിൽ വിജയിച്ച് ബ്രോൺ ബ്രേക്കറിനെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം ജെ ഊസോയ്ക്ക് കിട്ടിയേക്കാം. ചിലപ്പോൾ അതിൽ വിജയിക്കാനും സാധിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റൊക്കെ നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. എന്തായാലും റോ എപ്പിസോഡ് കിടിലനായിട്ടുണ്ട്. കിടിലനായിട്ടുള്ള സ്റ്റോറി ലൈനുകളും കിടിലനായിട്ട് ആ സ്റ്റോറി ലൈൻ അനുസരിച്ചുള്ള മത്സരങ്ങളും അവർ അടുത്തടുത്ത റോ എപ്പിസോഡിലേക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.